അങ്ങനെ എനിക്ക് ഈ വർഷം 24 വയസ്സായി. അപ്പോൾ വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ളോഗ് ഗൈസ്. കറക്റ്റ് 12 മണിയായപ്പോൾ ഞാൻ തന്നെയാണ് എന്നെ ആദ്യം വിഷ് ചെയ്യൽ. അങ്ങനെ ഞാൻ വിഷ് ചെയ്തിരിക്കുമ്പോൾ ഡോറ് മുട്ടുന്ന സൗണ്ട് കേട്ട് അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ് തുറന്നതെങ്കിലും ഏതോ പരിചയമില്ലാത്തൊരു പെണ്ണ്. പിന്നെ ടേബിളിൽ ഗിഫ്റ്റും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇതെനിക്ക് ശ്രീ കൊടുത്തയച്ചതാണ്. അപ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ ഹാപ്പീൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഡോറ് തുറക്കുമ്പോൾ പഴയൊരു മാക്സി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടായത്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓടി ഉള്ളിൽ പോയി വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് എന്തോ ടേബിൾ മേലെ ഉണ്ടെന്ന് കണ്ടതേ ഉള്ളൂ. ഞാൻ ഓടി ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ഉണ്ടായത്. എനിക്കാണെങ്കിൽ വർത്തമാനം പറയാൻ വരെ കഴിയുന്നുണ്ടായിട്ടില്ല സന്തോഷം കൊണ്ട്. അങ്ങനെ ഞാൻ വേഗം വന്ന് അതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. ഒരു ഡ്രസ്സും പിന്നെ വൈറ്റ് ഷൂസും പെർഫ്യൂമും കുറേ ചോക്ലേറ്റും റാഫെല്ലോൻ്റെ ഒരു കേക്കുമാണ് ഉണ്ടായത്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സർപ്രൈസ് ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ടൈമും ശ്രീൻ്റെ അടുത്ത് എനിക്ക് എന്ത് ഓൺലൈനിൽ കണ്ടാലും ഞാൻ അപ്പം തന്നെ അവന് ലിങ്ക് അയച്ചു കൊടുക്കലുണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തൊരു ഡ്രസ്സും ഞാൻ വൈറ്റ് ഷൂ വേണമെന്ന് കുറേ ആയി പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവൻ ഓർത്ത് വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് അത് ചെയ്തു തന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. 12 മണിക്ക് തന്നെ കൊണ്ടു കൊടുക്കണമെന്നും വീഡിയോ എടുക്കണമെന്നും അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതുപോലെ തന്നെ വീഡിയോ എല്ലാം എടുത്ത് അവൻ അയച്ചു കൊടുത്ത് കേക്കെല്ലാം അപ്പം തന്നെ കട്ട് ചെയ്തിന്. അങ്ങനെ അവർക്ക് കേക്കും കൊടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് അവരെ ഞാൻ പറഞ്ഞയച്ചു. ഇത് ചെയ്ത ആ ഗേളിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം 12 മണിക്ക് വീട്ടിൻ്റെ മുന്നിൽ വന്ന് അതെനിക്ക് കൊണ്ടുതന്ന് നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആ ഗേളിന് ഒരുപാട് ലവ്. നമ്മളെ ബർത്ത്ഡേസ് നമ്മളെക്കാൾ കൂടുതൽ ഹാപ്പി ആയിട്ടും എക്സൈറ്റ്മെൻ്റ് ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് ലക്കി തന്നെയാണല്ലേ. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ് എന്തായാലും. എനിക്കാണെങ്കിൽ പിന്നെ സൊള്ള കയറിയിട്ട് ഞാൻ ആ ട്രോളി താഴെ വരെ വെക്കുന്നുണ്ടായില്ല ഗൈസ്. ആ ഡ്രസ്സ് ഞാൻ ഒരു 1000 വട്ടം ഇട്ട് നോക്കിയിട്ടുണ്ടാവും. ഡ്രസ്സ് എനിക്ക് ചെറുങ്ങനെ ലൂസാണ്, ഷൂ എനിക്ക് ചെറുങ്ങനെ വലുതാണ്. കാരണം എൻ്റെ കറക്റ്റ് സൈസ് ശ്രീക്ക് അറിയില്ല. ഏകദേശം പറഞ്ഞു കൊടുത്തതായിരിക്കും അവൻ. ഡ്രസ്സ് ഞാൻ ന്യൂമിയിലത്തെ ഒരു ലിങ്കാണ് ശ്രീക്ക് അയച്ചു കൊടുത്തത്. ആ ഗേളിനും ശ്രീ ആ ലിങ്ക് തന്നെയാണ് അയച്ചു കൊടുത്തത്. പക്ഷേ ഡെലിവറി ടൈം കുറവായതുകൊണ്ട് അവൾ കാഞ്ഞങ്ങാടുള്ള ഏതോ ഒരു ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. അതുകൊണ്ട് എനിക്കത് അത്ര ഫിറ്റല്ല. ഇനി അത് രണ്ടും എക്സ്ചേഞ്ച് ആക്കിക്കോന്ന് ശ്രീ പറഞ്ഞ്. സാവിക്കാണെങ്കിൽ ഈ ട്രോളിങ്ങിനകത്ത് ഞാനിപ്പോൾ അവൻ്റെ ഷൂവും കൂടി കുത്തിക്കയറ്റി വെക്കണം ഗൈസ്. ഞാൻ എൻ്റെതെല്ലാം വെച്ച് കണ്ടപ്പോൾ അവൻ്റെ ഷൂ വേഗം എടുത്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടാണ് ഇതും വെക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റെല്ലാം അപ്പം തന്നെ ഞാനും കാശി ഇരുന്ന് തിന്ന് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി. നമ്മളെപ്പോഴും ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് തന്നെയാണ് എഴുതൽ. ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴും അവൻ ഇങ്ങോട്ട് തരുമ്പോഴും കേക്കിൽ നമ്മൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ എഴുതൽ. അങ്ങനെ ഞാൻ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് രാവിലെ പിള്ളേർക്കെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ശ്രീനെ വിളിച്ചിട്ട് എൻ്റെ സന്തോഷം മൊത്തം ഞാൻ അവനോട് പറഞ്ഞിട്ടായിന്. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയായി. 12 മണിക്ക് അവൻ പുറത്താണ് ഉണ്ടായത്. അതിൻ്റെ ഇടയിലും വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നല്ലോ. ടോട്ടലി ഞാൻ ഹാപ്പിയായി ഗൈസ്. അങ്ങനെ രാവിലെ ആയി വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അമ്പലത്തിലൊന്നും രാവിലെ പോയിട്ടില്ല കേട്ടോ. സാവിക്ക് പിന്നെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവന് ചോക്ലേറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണം കൊടുത്തുകൊണ്ടിരുന്ന്. വലിയ കഷ്ണമൊന്നും കൊടുക്കൂല, ചെറുങ്ങനെ അവൻ കടിക്കുള്ളൂ. പിന്നെ ഏച്ചിയും കിച്ചും വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായതിന് ഒരു ടോപ്പാണ് ഏച്ചി തന്നത്. നമ്മൾ ഫുഡാക്കിയത് ചെമ്മീൻ ബിരിയാണിയാണ്. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഫുഡും പായസമെല്ലാം ആക്കി തരലുണ്ട്. അങ്ങനെ അമ്മ ചെമ്മീൻ ബിരിയാണി ആക്കിയിട്ടുണ്ടായിനി. എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് വീട്ടിലെല്ലാവരും ക്യാമറയായിട്ട് യൂസ്ഡ് ആയി ഗൈസ്. ക്യാമറ എടുക്കണ്ടാലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാം അവൾ യൂട്യൂബ് എടുക്കുന്നതായിരിക്കുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. ഒന്നില്ലെങ്കിലും 24 വയസ്സ് വരെ എന്നെ ജീവിപ്പിച്ച ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞിട്ട് വരാൻ വിചാരിച്ചു. ഞാൻ ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കേണ്ട പൈസ എല്ലാം ശ്രീ മുമ്പേ അയച്ചിട്ടുണ്ടായിന്. ഞാൻ ഒരു ചുരിദാറും ഒരു ജീനും ടോപ്പും എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയും വലിയൊരു സർപ്രൈസ് അവനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഏതാടാ ഇവള് വീഡിയോ എടുത്തുകൊണ്ട് പ്രസാദം വാങ്ങുന്നതെന്നുള്ള രീതിയിൽ പൂജാരി എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എന്നോട് എന്താ പഠിക്കുന്നതെന്നെല്ലാം ചോദിച്ച്. എന്നിട്ട് ഞാനെല്ലാം പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അവരെന്നോട് ചോദിച്ചിട്ടില്ല എന്താ വീഡിയോ എടുത്തതെന്ന്. പക്ഷെ എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്ത്. ആദ്യം നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ ഈ ഒരു മിറർ ഉണ്ടാവില്ലേ അമ്പലത്തിൽ, ഈ ഒരു മിറർ നോക്കിയിട്ടാണ് ചന്ദനെല്ലാം തൊടല്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇപ്പം ഇങ്ങനെ ഞാൻ തൊട്ടിട്ട് പോവല് തന്നെ. അങ്ങനെ നമ്മൾ ആദ്യം കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് വന്നത്. ഇനി നേരെ ഗണേഷ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. എനിക്ക് ഈ 2 അമ്പലവും ഭയങ്കര ഇഷ്ടമാണ്.
കുറച്ച് സമയം അമ്പലത്തിലിരുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് മീട്രൻസിലേക്കാണ് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഷൂവും ഡ്രസ്സും എനിക്ക് വലുതാണ്, അപ്പോൾ രണ്ടും നമുക്ക് എക്സ്ചേഞ്ച് ആക്കാനുണ്ട്. ശ്രീ ആണ് ഈ ഒരു ഷൂ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു, ശ്രീക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ തന്നെ ചെറുത് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിന്. ഞാൻ അവരോട് പറഞ്ഞു അതിൻ്റെ ചെറുത് എടുക്കുന്നത്, അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് സൈസ്, അതിൻ്റെ ചെറിയ സൈസിന് ഇല്ലയെന്ന് പറഞ്ഞ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേനെ, പക്ഷെ കുറച്ച് വലുതാണ്, അതുകൊണ്ട് പിന്നെ വേറെ എടുക്കലല്ലാണ്ട് എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ കുറച്ച് നല്ല ഷൂസ് എല്ലാം നോക്കിയിട്ട് ഞാൻ ഈ ഒരു ഷൂവിൻ്റെ ഫോട്ടോ ശ്രീക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട്, ശ്രീക്കും അമ്മക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഫൈനലൈസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ച്. ഇട്ട് നോക്കിയപ്പോഴും എനിക്ക് കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ഷൂ ആണല്ലോ ഞാൻ ആഗ്രഹിച്ചത്, അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഓക്കെയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അതെടുത്ത്. കാശിക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല. കാശി എനിക്ക് വേറെ കുറേ ഷൂ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, ഇതെടുത്തോ അതെടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ശ്രീ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതന്നെ കൺഫേം ആക്കി ഗൈസ്. പിന്നെ സാവിക്ക് കുറച്ച് ഷൂവും ചെരുപ്പെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായിനി. ആ ഷൂവിൻ്റെ മറ്റേ പെയർ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മുകളിൽ പോയ സമയം കൊണ്ട് ഞാൻ അവിടെ തിരിഞ്ഞ് കുറേ നോക്കി. ശ്രീ എനിക്ക് എടുത്ത ഷൂവിനെ കാട്ടിയും കുറേ പൈസ കുറവുള്ള ഷൂ ആണ് ഗൈസ് ഞാനിപ്പോൾ എടുത്തത്. അതുകൊണ്ട് തന്നെ പൈസ കുറച്ച് ബാക്കി ഉണ്ടായിന്, വേറെ എന്തെങ്കിലും സാധനം എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ചെരുപ്പും കൂടി അതിൻ്റെ ഒപ്പം എടുത്ത് കേട്ടോ. വെറുതെ പൈസ അവരെന്തായാലും റിട്ടേൺ തരൂല, എന്തെങ്കിലും സാധനം തന്നെ എടുക്കണം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ചെരുപ്പും കൂടി എടുത്തിട്ട് ഡണ്ണാക്കി. ആടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ടൗണിൽ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാണ്ട് തിരിച്ച് വീട്ടിൽ പോയിക്കാൻ ഒരു മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല, കുറച്ച് പുളി കൂടുതലായിരുന്നു. അമ്മക്കും കാശിക്കും ഇഷ്ടപ്പെട്ടിന്, അല്ല കാശിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അമ്മക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന്. ഒരുവിധം ഒരു ഫുഡും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അമ്മ, പക്ഷെ എന്താണെന്നറിയില്ല അത് അമ്മക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ നമ്മൾ വേഗം ഞാനും സാവിക്കും കുറച്ച് ഫുഡ് കൊടുത്ത് നമ്മളും വേഗം തിന്നിട്ട് ആടുന്ന് വേഗം ഇറങ്ങിയിട്ട് ലിൽ ഇന്നിലേക്ക് പോയി. ഇവിടുന്നാണ് അവൻ ഡ്രസ്സ് എടുത്തത്. ഇതാ ഈ ഒരു ഡ്രസ്സാണ് ശ്രീ എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ഷർട്ട് വരുന്നത്, അതെനിക്ക് ഭയങ്കര ലൂസ് ആയിരുന്നു, ഇത് അതിൻ്റെ ചെറിയ സൈസ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ജംപ് സ്യൂട്ട് അവിടെ കണ്ടത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ ടിങ്കുവിന് വീഡിയോ കോളാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവളും നല്ലയുണ്ടെന്ന് തന്നെ ശ്രീയും നല്ലയുണ്ടെന്ന് തന്നെ. അങ്ങനെ അതെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ടൗണിൽ പോയിട്ട് വരുമ്പോഴേക്ക് ടേബിളിൻ്റെ മുകളിലുണ്ട് ഒരു കവർ, അപ്പോൾ ശ്രീലക്ഷ്മി കൊടുത്തയച്ചാന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ടൗണിൽ ഉണ്ടാകുമ്പോൾ തന്നെ ശ്രീലക്ഷ്മി എന്നെ ചറവറാ വീഡിയോ കോൾ ആക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ കോൾ എടുത്തപ്പോൾ അവളെന്നോട് ചോദിച്ചു നീ വീട്ടിലെത്തിയോന്ന്. ഞാൻ ഇല്ലാന്നൊട്ട് കട്ടാക്കി. കുറച്ച് കഴിയുമ്പോൾ അവൾ ആദ്യം വിളിച്ച് എത്തിയോന്ന് ചോദിച്ചിട്ട് ഇവൾ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നോർമലി അവൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുന്നതുകൊണ്ട് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. വീട്ടിലെത്തി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് വെച്ചിട്ടാണ് അവൾ എന്നെ വിളിച്ചത്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ വീഡിയോ കോളാക്കി സംസാരിക്കുകയെല്ലാം ചെയ്ത്. എനിക്ക് ഈ സാരിയും മാലയും എല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടു. ലവ് യു ശ്രീലക്ഷ്മി ഉമ്മ. അങ്ങനെ തന്നെ ഈ വർഷത്തെ ബർത്ത്ഡേയും സക്സസ്ഫുള്ളി ഡൺ ഗൈസ്. ഞാൻ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിന്. ഞാനങ്ങനെ എൻ്റെ എല്ലാ ബർത്ത്ഡേയും നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ആക്കലുണ്ട്. ചെറുതിലെ അങ്ങനെയാണ് അമ്മ നമ്മളെ ഒരു ബർത്ത്ഡേക്കും, എൻ്റെതായാലും ഏട്ടൻ്റെതായാലും ഒരു ബർത്ത്ഡേക്കും കേക്ക് മുറിക്കാണ്ട് ഒരു ബർത്ത്ഡേയും മിസ് ചെയ്ത് കളഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ ബർത്ത്ഡേക്കും നമുക്ക് ഡ്രസ്സ് എടുത്ത് തരലുണ്ട്, എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യലുണ്ട്. അങ്ങനെ ചെറുതിലെ ശീലിച്ചതുകൊണ്ടായിരിക്കും ഈ ഏജിലും എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഒരു പാർട്ട്ണറിനെ എനിക്ക് കിട്ടിയത് ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ശ്രീക്കും വലിയ എന്തോ സംഭവം പോലെയാണ്. എപ്പോഴും അവനത് എപ്പോഴും അടിപൊളിയാക്കി തരാൻ തന്നെ നോക്കലുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നില്ല, അതാക്കുന്നില്ല, ഇതാക്കുന്നില്ല, നീ ഇന്ന ഡ്രസ്സ് എടുക്കുക അന്ന ഡ്രസ്സ് എടുക്കുക മറ്റേ എന്നെ എപ്പോഴും എൻ്റെ ബർത്ത്ഡേ അവന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നലുണ്ട്. തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കൊല്ലം. അങ്ങനെ ഒരു 24 വയസ്സായി ഗൈസ്. കിളവി ആയിക്കൊണ്ട് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, കിളവി ആവണമല്ലോ. എപ്പോഴും ഒരേ വയസ്സിൽ നിൽക്കാനൊന്നും കഴിയില്ല അല്ലേ. ശ്രീ എനിക്ക് തന്ന ഡ്രസ്സിലില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സംഭവം ഞാൻ ന്യൂമിയിൽ നിന്ന് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിന് അവന്, അതിൽ നിന്ന് വാങ്ങാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും ഞാൻ എപ്പോഴെന്നറിയോ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞതാണ്, അതായത് 3-4 മാസം മുമ്പേ. അത് അവൻ ഓർത്ത് വെച്ചിട്ട് ഈ ബർത്ത്ഡേക്ക് ഹാമ്പർ ചെയ്യുന്ന കുട്ടിക്ക് ലിങ്കെല്ലാം അയച്ചു കൊടുത്തതാണ്. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ലോണം എഫേർട്ട് ഇട്ടിരുന്ന ശ്രീ എനിക്ക് വേണ്ടിയിട്ട് എന്ന് മനസ്സിലായി. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ വൈറ്റ് ഷൂ ആണെന്നും ഞാൻ കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെല്ലാം ഓർത്ത് വെച്ചിട്ട് അങ്ങനെ വാങ്ങിത്തന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഗൈസ്. അപ്പോൾ കൊടുത്തയച്ച മുട്ടായിൽ പകുതി മുക്കാലല്ല ഏകദേശം ഞാൻ തിന്ന് തീർത്ത്. ഇനി കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം ഇരുന്നിരുന്ന് ഓരോന്നായിട്ട് തിന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.